ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 5 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ, യുന്ന് നേരെ ചെന്ന് ഹീറോൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് ഈ കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത കാര്യമൊക്കെ. പക്ഷേ യുന്നി പറയുന്നത് കേട്ടൊന്നും നമ്മുടെ അസിസ്റ്റൻറ്റ് വലിയ വിശ്വാസമില്ല. അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ്, അവൾക്ക് അങ്ങനെ കൊല്ലണമായിരുന്നേ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹീറോനെ കൊന്നാൽ പോരായിരുന്നോ? ഇത്രയും വെയിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കൊല്ലേണ്ട വല്ല കാര്യമുണ്ടെന്ന് പറയാം. അപ്പോൾ യുന്നി പറയുന്നൊന്നും ആരെയും ഇതിലെടുക്കുന്നില്ല, അസിസ്റ്റൻ്റ് എടുക്കുന്നത്. അവസാനം യുന്നു പറയും, ശരി എന്നാൽ ഇന്ന് രാത്രി നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അവളെ 2 കൈയും ഇതാക്കിയിട്ട് നമുക്ക് പിടിക്കണം. അവൾ ഇങ്ങനെ വിഷം കലർത്തും വൈനിൽ, അത് വെച്ച് നമുക്ക് അവളെ പിടിച്ചിട്ട് ഞാൻ അവളെ നാണം കെടുത്തും എന്നൊക്കെ യുന്നു പറയണം. പിന്നെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് എന്തായിരുന്നു? നമ്മുടെ മൂക്ഷി രാജ്യത്തിലെ രാജാവായിട്ട് നമ്മുടെ സിലാൻ നമ്മുടെ ഹീറോയിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോട് കൂടിയല്ലേ. അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ മൂത്ത ചേട്ടൻ പറയുവാണ്, നമ്മുടെ രണ്ടാമത്തെ ചേട്ടനെ വഴക്ക് പറയും, നീ എന്ത് പരിപാടി കാണിച്ചു? ഇപ്പോൾ ഇവൾക്ക് നമ്മുടെ എല്ലാ രഹസ്യവും അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇനി ആരുടെ അടുത്തേലും ചെന്ന് പറഞ്ഞു കൊടുത്തവേ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് മൂത്ത ചേട്ടൻ ആ സമയത്ത് രണ്ടാമത്തെ ചേട്ടൻ പറയുവാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ നമ്മളെ രാത്രിയും പകലും എല്ലാം ഞാൻ ഇവളുടെ കാര്യമെല്ലാം നോക്കിക്കോളാം, ഇവിടെ നമ്മളെ ചതിക്കത്തൊന്നുമില്ല, ഇന്ന് രാത്രി നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലെ, ഇവളുടെ കാര്യങ്ങൾ ഞാൻ ടേക്ക് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞാനത് ഏറ്റെടുത്തോളാം എന്ന് രണ്ടാമത്തെ ചേട്ടൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഇവൾക്ക് അങ്ങ് ഡൗട്ട്, മൂഷി രാജ്യത്തിലെ രാജാവെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് സിലാൻ പറയുവാണ്, മൂഷി രാജ്യത്തിലെ രാജാവ് നിങ്ങളെന്താ ഈ പെൺവേഷത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എനിക്ക് നിങ്ങളാരാന്ന് മനസ്സിലായില്ല, മാത്രമല്ല ഞാനൊരു പെണ്ണാണ്, ഞാൻ എന്തിനാ വേഷം നിൽക്കുന്നത്, പിന്നെ ഇതെൻ്റെ അച്ഛനും ഇതെൻ്റെ ചേട്ടന്മാരാന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഈ പെണ്ണിന് ഡൗട്ടായിട്ട് ഈ പെണ്ണ് പോയി കെട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ ശരിയാണ് പെണ്ണാണ്. അപ്പോൾ ഈ പെണ്ണ് ആ കൺഫ്യൂഷനായി നിൽക്കുവാണേ. ഇത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും ഇതെല്ലാം ഓക്കെ ആയിട്ട് ഇവർ 3 പേരും പുറത്തിറങ്ങും. അച്ഛനും 2 ചേട്ടന്മാരും പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കും. ഈ രണ്ടാമത്തെ ചേട്ടൻ അങ്ങ് ഡൗട്ട്, കാരണം 2 പേരായി ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ മൂഷി രാജ്യത്തിലെ രാജാവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുക, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ 2 പേരും മീൻസ് അച്ഛനും മൂത്ത ചേട്ടനും പറയും, അങ്ങനെയൊന്നുമല്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിൽക്കുന്നത്, അവൾ പെണ്ണാന്ന് നമുക്കറിയണം, നമ്മൾ ഇത്ര ദിവസം കൂടി ഉണ്ടായിരുന്നല്ലേ, പിന്നെ എന്തോ ഇത്ര ഡൗട്ട് അടിക്കാൻ എന്തോന്ന് ചോദിക്കും. അതുപോലെ തന്നെ മൂത്ത ചേട്ടൻ പറയും, വേണമെങ്കിൽ ഞാൻ ബെറ്റ് വയ്ക്കാം അവൾ പെണ്ണാണ് അവളല്ലാന്ന്, കാരണം ബെറ്റ് ഞാൻ തോക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് വേണമെങ്കിൽ സൂപ്പ് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു വിധത്തെ രണ്ടാമത്തെ ചേട്ടനെ മൂത്ത ചേട്ടനും അച്ഛനും കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഇവളില്ലയോ മെങ്ങ് രാജകുമാരി യാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. അപ്പോൾ യാങ് പറയുവാണ്, ഇന്ന് തന്നെ നടന്ന കാര്യങ്ങൾ കണ്ടില്ല, അവരെന്തൊക്കെയായിരുന്നു സംസാരിച്ചത്, മീൻസ് നമ്മുടെ ഹീറോൻ്റെ നാട്ടുകാർ മീൻസ് രാജ്യക്കാർ എന്തൊക്കെയായിരുന്നു സംസാരിച്ചത്, അവർ എല്ലാ കാര്യത്തിനും ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ അവരുടെ രീതിയും കാര്യങ്ങളെല്ലാം കണ്ടില്ല, വളരെ വ്യത്യാസമുണ്ടെന്നൊക്കെ ആരടുത്ത് പറയുവാണ്, നമ്മുടെ മെങ്ങ് രാജകുമാരിയുടെ അടുത്ത് യാങ് പറയുവാണ്. അപ്പം മെങ്ങ് രാജകുമാരി പറയാം, ഇതിനെല്ലാം കാരണം അവളാണെന്ന്. ആര്? നമ്മുടെ ഹീറോയിനാണ്. കാരണം അവളുടെ വാക്ക് കേട്ട് തുള്ളാൻ നിൽക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല എന്തുവാണ്, അവൾ നമ്മൾ വിചാരിച്ച പോലത്തെ ആളൊന്നുമല്ല. അപ്പം നമ്മുടെ യാങ് പറയുവാണേ, എൻ്റെ കൈപ്പിടി എന്നൊരു പെണ്ണിനെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ മെങ്ങ് രാജകുമാരി പറയുകയാണ്, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണൊന്നും അല്ല അവളെ നിനക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് മന്ദബുദ്ധിയാക്കാനൊന്നും നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പോൾ യാങ് പറയണേ, എന്നാൽ നീ നോക്കിക്കോ, ഇന്ന് രാത്രി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അച്ഛനും 2 ചേട്ടന്മാരും പിന്നെ നമ്മുടെ സിലാനും ഇവരെല്ലാവരും കൂടി അവിടെ മറ്റേ ഇത് കുഴിച്ചിട്ടുണ്ട്, ഒരുമാതിരി തുരങ്കം പോലെ ഇവർ റൂമിൻ്റെ അവിടെ നിന്ന് കുഴിച്ചിട്ടുണ്ട്. ആ വഴി വന്നിട്ട് ഇവർ കാര്യങ്ങൾ പറയണേ, എങ്ങനെയുണ്ട്, ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി, ഇനി നേരെ മേലോട്ട് കയറാനും കൂടി ഡിഗ് ചെയ്യാനേ ഉള്ളൂ എന്നൊക്കെ രണ്ടാമത്തെ ചേട്ടൻ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഈ ടണൽ വഴി ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം, എല്ലാ കാര്യങ്ങളും ഇവർ എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുവാണ്. ഇവർ 5 പേരും കൂടി നിന്ന് പ്ലാൻ ചെയ്യുവാണ്. ആ സമയത്താണ് നമ്മുടെ ഹീറോയും അസിസ്റ്റൻറ്റും ഈ മറ്റേ ഇവർ താമസിക്കുന്ന മുറിയുടെ പുറത്തു നിന്ന് അസിസ്റ്റൻറ്റ് കുറേ വട്ടമായി വിളിക്കുന്നു നമ്മുടെ ഹീറോയിനെ വാല് തുറക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ മാജസ്റ്റി വന്നെന്ന് പറഞ്ഞിട്ട് ഇവരാരും വരാതെ കാണുമ്പോൾ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത്, ഈ അസിസ്റ്റൻറ്റ് പയ്യൻ വന്ന് അത് ആ വാതിൽ ചവിട്ടി തുറക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ബാക്കി എല്ലാവരും അകത്താക്കിയിട്ട് അവൾ പെട്ടെന്ന് വന്ന് നിൽക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പരിങ്ങിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഡൗട്ടാവേ. എന്നിട്ട് ഹീറോ വന്നിട്ട് ലാസ്റ്റ് അവളിങ്ങനെ അങ്ങോട്ട് എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ആ തുരങ്കിട്ട വഴിയിലൂടെ എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഹീറോയ്ക്ക് ഭയങ്കര ഡൗട്ടായിട്ട് ഹീറോ ചെന്നത് നോക്കാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ അവനെ പിടിച്ച് തടഞ്ഞിട്ട് അവനെ കിസ് ചെയ്യണം. നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇതെല്ലാം കണ്ടല്ലോ, അവനൊരുമാതിരി പരിങ്ങൽ പോലെയായി. ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരും, നീ ഇതെന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കും, നീ എന്ത് പരിപാടി ചെയ്തതെന്നൊക്കെ ചോദിക്കും, നീ എൻ്റെ മേലെ അഡ്വാൻറ്റേജ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ ഇത്രയും സുന്ദരനായ ഒരാളെ കണ്ട് എങ്ങനെയാണ് ഞാൻ സ്വയം കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറയും കേട്ടോ. അവസാനം ഹീറോ ദേഷ്യം വന്നിട്ട് അസിസ്റ്റൻറ്റും കൂട്ടിയിട്ട് ഹീറോ അവിടെ നിന്ന് പോകും.
നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്ത കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് പയ്യൻ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഹീറോ പറയുവാണ് ഇങ്ങനെ ഇവളുടെ ലിപ്സിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയും. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയാം അത് 2 ചുണ്ടല്ല, ഇനിയിപ്പോൾ എന്ത് ഇത്ര പറയാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും നീ ഇവിടുന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് അവനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് ഹീറോ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ അനിയത്തിയുടെ മുറിക്ക് പിന്നെയും ആര് വരുവാണ്, ടാൻ വന്നിട്ട് അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുകയാണ് നിനക്ക് ഇപ്രാവശ്യവും എന്നെ എന്താ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ, നീ മര്യാദയ്ക്ക് ഞാൻ ഇന്ന് രാത്രി വരുമ്പോൾ എന്താണ് എനിക്ക് മുറിവിനിടാനുള്ള മരുന്ന് നീ എടുത്തു വെച്ചോണം, ഇല്ലെങ്കിൽ അറിയാമെന്ന് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ടാൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അന്ന് രാത്രി ഇവർക്ക് വൈൻ കുടിക്കുന്ന ഒരു സദ്യയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിയാൻമു രാജ്യത്തിലെ രാജകുമാരി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ഒരു സംഭവം നടത്തുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മെങ് രാജകുമാരി പറയുവാണ് എന്താണ് ഇവൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്ന് കളിച്ച് ഒക്കെ വളർന്നതാന്ന് തോന്നുന്നു. അപ്പോൾ അവൾ ചെറുപ്പത്തിൽ വന്നു പോയ സമയത്ത് നമ്മുടെ ഹീറോ വന്ന് എന്താണ് അവൾക്കൊരു മൊയിലുംകുട്ടിയെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് അവൾ ഗാർഡനിലെങ്ങാണ്ടുള്ള സമയത്ത് അത് കാണാതെ പോയി, അത് ചത്തുപോയെന്നോ കാണാതെ പോയെന്നോ അങ്ങോട്ട് പറയുക. അപ്പോൾ യാങ് പറയും അവൾക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും നമ്മുടെ ഹീറോയിൻ വരാൻ പോവാന്ന് പറയും. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നടന്നു വരുവാണേ. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോ സത്യം പറഞ്ഞാൽ ഹീറോ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും വന്ന് അവളുടെ സൗന്ദര്യത്തെ മതിമറന്ന് നിൽക്കുവാണ്. ഈ ടൈമിൽ നമ്മുടെ യാങ്ങിനെ എന്താ പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അവനും നമ്മുടെ ഹീറോയിനെ മതിമറന്ന് നോക്കുക, അവൻ്റെ മനസ്സ് വിട്ട് എന്താ പറയുന്നത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കാനായിട്ട് അവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് യാങ് പറയുവാണ് എനിക്ക് ചന്ദ്രനിൽ കീഴിൽ ഇത്രയും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നോ, നീയാണ് എന്താണ് നമ്മുടെ ഹീറോയിനാണ് പോലും ഈ ഷ്വാൻയു രാജ്യത്തിലെ എന്താ പറയുന്നത് സൗന്ദര്യത്തിൻ്റെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യാങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെങ് രാജകുമാരി എല്ലാം ആരെ പുകഴ്ത്തുവാണ്, നമ്മുടെ ഹീറോയിനെ പുകഴ്ത്തുവാണ്. അപ്പോൾ ഹീറോയിൻ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുകയാണ് നമ്മുടെ ഹീറോ ഓൾറെഡി അവളുടെ അടുത്ത് പറഞ്ഞു കാണും നീ സാധാരണ നല്ല എന്താ പറയുന്നത് ഇച്ചിരി നല്ല അടക്കം ഒതുക്കുള്ള പെൺപിള്ളേരെ പോലെയൊക്കെ പെരുമാറണം അവിടെ വന്നിട്ട് നീ നിൻ്റെ എന്താ പറയുന്നത് അവരെ മുന്നേ വെച്ചിട്ട് നീ അതുപോലെയൊക്കെ പെരുമാറാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി അങ്ങനെ വാണിംഗ് ഒക്കെ കൊടുത്തു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പാവപ്പെട്ട പെൺപിള്ളേരെ പോലെ പെരുമാറുന്നു പറഞ്ഞിട്ട് അവിടെ കിടന്ന് അങ്ങ് കൂതറ രീതിക്ക് അങ്ങ് അഭിനയിച്ച് തകർക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് കൊഞ്ചുന്ന പോലെയും ഇതാക്കുന്ന പോലെ ഇച്ചിരി പക്വതയില്ലാത്ത പെൺപിള്ളേർ കിടന്നിട്ട് കാണിക്കത്തില്ല. അതുപോലെ അവൾ പല രീതിക്കും അങ്ങ് എന്താ പറയുന്നത് അവൾ ഭയങ്കര പാവമാണെന്നുള്ള രീതിക്ക് കാണിക്കുന്നത്. പക്ഷെ അവൾക്ക് ഇത് നാച്ചുറലി വരത്തില്ല. അപ്പോൾ ഇവരെല്ലാം വന്ന് എന്താ പറയുന്നത് കണ്ണു നുള്ളി നോക്കുക. യാങ് ആണെങ്കിൽ കുടിച്ച ചായ വരെ തുപ്പിക്കളഞ്ഞ അവൻ നോക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കലിപ്പ് വരുന്നുണ്ട്. കാരണം ഹീറോ ഉദ്ദേശിച്ചതല്ല, പക്ഷേ അവൾ ആ രീതിക്ക് പെർഫോം ചെയ്യാൻ നോക്കിയിട്ട് ലാസ്റ്റ് കൊണ്ടായിട്ട് എല്ലാം കുളമാക്കുകയാണ്. എന്നിട്ട് ഹീറോ കലിപ്പ് വെച്ച് നോക്കുന്നുണ്ട്. അവൾ വിചാരിക്കുക ഇനി ഇച്ചിരിയും കൂടി നല്ല ഇതിൽ കൊഞ്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കൊഞ്ച് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഹീറോ പറയും ശരി പോയിരിക്കാൻ പറയും. അവസാനം അവളുടെ സീറ്റിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ ഇവർ മറ്റേ കല്യാണത്തിൻ്റെ നമ്മുടെ യാങ്ങും അതുപോലെ തന്നെ മെങ് രാജകുമാരിയും മെയിനായിട്ട് യാങ്ങാണ് പറയുന്നത് കേട്ടോ. എന്താണ് മറ്റേ മാരേജിൽ നിങ്ങൾ തന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എന്നാ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്, എന്നാണ് ആ രാജ്യം ഞങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ മറ്റേ ശ്രീധരത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഹീറോ പറയുവാണ് ഓക്കെ നമ്മുടെ ഹീറോയിൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇച്ചിരി വിശദമായിട്ട് പറയും. എന്നാൽ ശരി വിശദമായിട്ട് പറയാൻ പറഞ്ഞു എന്നാൽ അവളെ എന്തോ ചെയ്യണം അത് വിശദമായി പറയണ്ടേ. അവൾ അതും അങ്ങ് കൊഞ്ചിക്കുഴഞ്ഞ് അങ്ങ് ആ കാര്യം പറയാം. അവൾ എന്നിട്ട് പറയുവാണ് പറ്റത്തില്ല എനിക്ക് പേടിയാവുന്നു, മാത്രമല്ല അത് ഞങ്ങളുടെ എന്താ പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള സ്ഥലമില്ല, അത് ഞങ്ങളെങ്ങനെ നിനക്ക് തരുന്നേ, ഇതേപോലെയൊക്കെ അവളിങ്ങനെ കൊഞ്ചിങ്ങ് പറയാം. അപ്പോൾ ഹീറോയ്ക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. ഇവൾക്കങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് അവൾ പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെ പറയാതെ പറയും. ഹീറോയാണെങ്കിൽ തലയ്ക്കും കൈ വെച്ചിട്ട് അവൻ ഇതിലൊന്നും ഇടപെടാതെ അവൻ കണ്ണാടി നോക്കി അവൻ്റെ സൗന്ദര്യം നോക്കി നമ്മുടെ ഹീറോ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് യാങ് വിളിക്കുന്നുണ്ട്. യാങ് വിളിക്കുമ്പോൾ അത് കുറേ വട്ടം വിളിച്ചത് കേൾക്കാത്ത പോലെ നിന്നിട്ട് പിന്നെ ഹീറോയിനെ നോക്കുന്ന സമയത്ത് യാങ് പറയുകയാണ് നിങ്ങളപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള പരിപാടിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എന്തിനാ കല്യാണത്തിൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഹീറോയിൻ കയറി പറയാം ഓക്കെ നമുക്ക് ഇന്ന് എന്താ പറയുന്നത് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കേണ്ട ദിവസമല്ലേ, ഇന്ന് എന്തിനാണ് നമ്മൾ ഗവൺമെൻറ് പരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ ശരിവെക്കും. എന്നിട്ട് നമ്മുടെ യാങ് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, വൈൻ കുടിക്കുന്ന കോമ്പറ്റീഷൻ നടത്താമെന്ന് പറയും.
എന്നിട്ട് യാങ് വന്ന് ഹീറോയിനെ വിളിക്കുകയാണ്, നീ എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യേ, ഞാൻ ജയിക്കുവാണെങ്കിൽ നീ എൻ്റെ നിന്നെ ഞാൻ എടുക്കും, പക്ഷെ നീ ജയിക്കുവാണെങ്കിൽ നിനക്ക് എന്നെ സ്വന്തമാക്കാമെന്നൊക്കെ പറയണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി ടാൻ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, നമ്മുടെ ആരടുത്ത്, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നൈറ്റ് വരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ അവൻ നൈറ്റ് വരുവാണ്. നൈറ്റ് വരുന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്നത്, മറ്റേ മരുന്നെല്ലാം, ഈ മുറിവിനുള്ള മരുന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ് ഞാൻ തന്നെ തടവി തരാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് അവന് തടവി കൊടുക്കുക. പക്ഷെ തടവി കൊടുത്ത് ഇച്ചിരി കഴിയുമ്പോൾ അവനങ്ങ് നീറി അവൻ അവിടെ വയ്യാതായിട്ട് കിടക്കും. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇതിൽ ശരിയാണ് മുറിവുള്ള മരുന്ന് തന്നെ എടുത്തത്, പക്ഷെ നിനക്ക് ഇത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് സാധനം കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എടുത്തിട്ട് അവൻ്റെ തലക്കടിച്ച് അവനെ മയക്കുവാണ്. പിന്നെയും അതിനുശേഷം പിന്നെയും നമ്മുടെ ഹീറോയിനും കാണിക്കുവാണ്. ഇവർ വൈൻ കുടിക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഹീറോ വന്ന് വൈനെടുത്ത് കുടിക്കാൻ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ യുന്ന് കയറി വന്നിട്ട് പറയാം, അയ്യോ മാജസ്റ്റി അത് കുടിക്കല്ല, അതിനകത്ത് വിഷം കലർത്തിയിരുന്നെന്ന് പറയണം. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കഴുത്തിന് നീളം എല്ലാവരും കൂടി വാള് വെക്കുവാണ്. എന്നിട്ട് യുന്ന് പറയണം, ഓക്കെ നീ ഇതിൽ വിഷം കലർത്തിയിട്ടില്ലെങ്കിൽ നീ തന്നെ ഇത് കുടിച്ച് കാണിക്കാൻ പറയണം. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളിങ്ങനെ കൈവറച്ച് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അവൾ എടുത്തിട്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ തൊണ്ടയ്ക്ക് പിടിക്കുക, എന്താ പറയുക, തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ അവൾ ചാവാൻ പോകുന്ന പോലെ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ലാസ്റ്റ് അവൾ ചുമച്ചിട്ട് പറയണം, എന്തൊരു എരിവായി വൈൻ, ഇങ്ങനെയാണോ വൈൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതിനകത്ത് പോയ്സൺ ഇല്ലെന്ന്. എടുത്തോണ്ട് യുന്ന് കാല് മാറും. എന്നിട്ട് യുന്ന് പറയും, എന്നാൽ യാങ്ങിൻ്റെ മറ്റേ വൈനിലായിരിക്കും പോയ്സൺ എന്ന് പറയും. അപ്പോൾ യാങ് പറയും, എനിക്ക് അവളെ വിശ്വാസമാണ്, എനിക്ക് ഹീറോയിനെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് യാങ് കുടിക്കും, അവനൊന്നും സംഭവിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരും. ഹീറോ പറയും, ഓക്കെ ഇവൾക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മുടെ മെങ് രാജകുമാരി അതിനിടയിൽ ബുദ്ധിക്ക് കളിച്ചിട്ട് അവൾ പറയും, ഇന്ന് ഇത്രയും സന്തോഷമുള്ള ദിവസത്തിൽ എങ്ങനെ നമ്മൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് പണിഷ്മെൻറ്റ് കൊടുക്കണ്ടെന്ന് പറയുന്ന സമയത്ത് യാങ് പറയും, ഇതിപ്പോൾ ആരുടെ മേലെ കുറ്റം ചുമത്തിയത്, നമ്മുടെ ഹീറോയിൻ്റെ മേലല്ല, അപ്പോൾ ഹീറോയിൻ തീരുമാനിക്കട്ടെ എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ഓക്കെ രാത്രി മൊത്തം ഞങ്ങളിവിടെ ഇരിക്കുന്നിടത്തോളം നേരം തവളച്ചാട്ടം ചാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പണിഷ്മെൻറ്റ് ആർക്ക് കൊടുക്കും, യുന്നിന് കൊടുക്കും. എന്നിട്ട് യുന്നി തവളച്ചാട്ടം ചാടുന്നെല്ലാം കണ്ട് നമ്മുടെ ഹീറോയിൻ പഴമെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് വൈൻ കുടിക്കുന്ന കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹീറോയും അതുപോലെ യാങ്ങും തമ്മിലാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ വൈൻ കുടിക്കുന്ന, അവനും വൈൻ കുടിക്കുന്ന, അങ്ങനെ കോമ്പറ്റീഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു വിധത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് പിന്നെ വൈൻ കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ യാങ് ഇച്ചിരി അഹങ്കാരം കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് എങ്ങനെ ഇടുന്ന് പിരികം പൊക്കി കാണിക്കും. അപ്പം നമ്മുടെ ഹീറോയും വിട്ടു കൊടുക്കുമോ. അപ്പോൾ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ യാങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും തമ്മിൽ. അവൾ കൊണ്ടുവരുന്ന കൊച്ചു കുപ്പിയൊന്നുമല്ല, അവൾ വലിയ മറ്റേ പോട്ട് പോലത്തെ ഇതും കൊണ്ടുവന്നിട്ട് ചിയേഴ്സ് അടിച്ച് അവളങ്ങ് കുടിക്കുക. ഒരു ലെവൽ കഴിയുന്ന സമയത്ത് നമ്മുടെ യാങ് ആണെങ്കിൽ അവിടെ ബോധമില്ലാതെ അവൻ അങ്ങ് തറയിൽ വീഴും. അപ്പോഴും നമ്മുടെ ഹീറോയിൻ ഇരുന്നിട്ട് എന്ത് കുടിച്ചോണ്ടിരിക്കുക, വൈൻ കുടിച്ചോണ്ടിരിക്കുക. അവൾക്ക് അപ്പോഴും ബോധമുണ്ട്. എന്നിട്ട് നമ്മുടെ യാങ് മറ്റേ മയങ്ങി വീണല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവൻ്റെ കാലും പിടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മെങ് രാജകുമാരി വന്നിട്ട് പറയണം, ഓക്കെ ഞാൻ അവനെ എത്തിച്ചോളാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയണം, ഇല്ല കോമ്പറ്റീഷനിൽ ഞാനാണ് ജയിച്ചത്, അതുകൊണ്ട് ഞാൻ അതിനുള്ള പണിഷ്മെൻറ്റ് അവന് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ്റെ കാല് പിടിച്ച് നമ്മുടെ യാങ്ങിനെ വലിച്ചുകൊണ്ട് പോയിട്ട് ഒരു മറ്റേ ഇവരുടെ വഴിയിലിടുക കേട്ടോ. എന്നുവെച്ചാൽ നടന്നു പോകുന്ന പാലസിൽ നടന്നു പോകുന്ന അവരുടെ ഒരു ആ പാലസിനകത്ത് നടന്നു പോകുന്ന അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുവാണ്, നിനക്ക് ഞാൻ നല്ല പണി തരാടാ, നിന്നെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഞാൻ സ്ട്രീറ്റിൽ നാളെ കെട്ടിയിടാൻ പോവാ, നിൻ്റെ നാണോ മാനോ എല്ലാം ഞാൻ കളയും, നീ എൻ്റെ കൂടെ കുടിക്കാൻ നിനക്ക് അത്രയും ധൈര്യം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് നമ്മുടെ ഹീറോയിനെ അവൻ്റെ മേലെ മയങ്ങിക്കിടക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആരുടെ മേലെ കിടക്കുന്ന കാണുക, യാങ്ങിൻ്റെ മേലെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുക ഇല്ല. അപ്പോൾ ഹീറോ ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ എണീപ്പിച്ചിരുത്തിയിട്ട് അവൾക്ക് മറ്റേ ഇത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ല, ഹാങ് ഓവർ പോകാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുകയാണ്, അവളുടെ വായ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ എണീക്കുന്നൊന്നുമില്ല കേട്ടോ, അവളിങ്ങനെ ആടി ഇരിക്കുക, അവൾക്ക് എണീറ്റ് നടക്കാനുള്ള ബോധമൊന്നും ആയില്ല. അപ്പോൾ ഹീറോ എന്താണെന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ മറ്റേ ഉപ്പുമൂട്ട പോലെ എടുത്തുകൊണ്ട് പോകത്തില്ല, അങ്ങനെ എടുത്തുകൊണ്ട് പോവുക, നമ്മുടെ അനിയത്തിക്കുട്ടി ഒരിക്കൽ എടുത്തുകൊണ്ട് പോയില്ല, അതുപോലെ എടുത്തുകൊണ്ട് പോവുക. അപ്പം നമ്മുടെ ഹീറോ പറയുന്നത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഹീറോൻ്റെ അടുത്ത് നീ ഇങ്ങനെ പറയും, അവൻ്റെ അടുത്ത് നിനക്ക് പെറ്റ് വയ്ക്കാൻ നിനക്ക് കഴിവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കള്ളു കുടിച്ച് പോകത്തുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ ഹീറോ വന്ന് ഹീറോയിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് ആര് കാണും, അസിസ്റ്റൻ്റ് കണ്ട് ഓടി വന്നിട്ട് പറയും, അയ്യോ മാജസ്റ്റി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ക്ഷീണമാവും, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു നോക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ഒരു പൊടിക്കും ഇതാക്കുന്നില്ല. അവസാനം അസിസ്റ്റൻ്റായി പറഞ്ഞുകൊണ്ട് തിരിയുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ തല പോയിട്ട് അവിടെ ഒരു എന്താ പറയുന്നത്
ഒരു തൂണ് പോലെ ഉണ്ട്, അതിൽ ചെന്നിടിക്കും. അപ്പോൾ ഹീറോയിന് തല ഇടിക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് മറ്റേ തലവേദന പോലെ വന്നിട്ട് തലയ്ക്ക് എന്തൊക്കെയോ പെയിൻ പോലെയൊക്കെ സംഭവിക്കും. അവൾ എന്നിട്ട് ആലോചിക്കും, ആരാടാ എൻ്റെ തല കൊണ്ടുപോയി മുട്ടിച്ചു, ആരാടാ ഇത് എൻ്റെ അടുത്ത് ചെയ്തതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് അറിയത്തില്ല ഹീറോയാണെന്ന്. അപ്പോൾ അസിസ്റ്റൻ്റ് ചോദിക്കണം, നിങ്ങൾ മാജസ്റ്റിയുടെ അടുത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയുമ്പോൾ ഹീറോ പറയാതൊക്കെ വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കാര്യം നോക്കി പോകും. ഹീറോയും അതുപോലെ തന്നെ അസിസ്റ്റൻ്റെ കാര്യം നോക്കി പോകും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മുടെ അച്ഛൻ്റെയും 2 ചേട്ടന്മാരുടെ അടുത്തേക്കല്ലേ. അവിടെ ചെന്നിട്ട് ഇവർ പറയുന്നത് നമ്മുടെ പ്ലാനിങ് എല്ലാം, ഹീറോയിൻ പറയും നമ്മുടെ പ്ലാനിങ് എല്ലാം സക്സസ് ആയി. അന്ന് നമ്മൾ എന്താ പറയുന്നത്, യുന്നി ഒളിച്ച് കേൾക്കുന്നത് കണ്ടത് കാര്യമായതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഇച്ചിരി നമുക്ക് സ്ട്രോങ് ആക്കി നടത്താൻ പറ്റി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പോയിസൺ ഇടുമെന്നുള്ള കാര്യം ഓൾറെഡി അവൾ അറിഞ്ഞതുകൊണ്ട് അവൾ എല്ലാവരുടെ അടുത്തും പറയുമല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധ ആരുടെ മേലായിരിക്കും? നമ്മുടെ ഹീറോയിൻ്റെ മേലായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് വേലക്കാർ കാണത്തില്ല, എല്ലാവരും ഹീറോയിൻ്റെ സംരക്ഷണത്തിനായിട്ട് അവിടെ കാണും. അതുകൊണ്ട് ആ സമയത്ത് നീ പറ്റും മൂത്ത് ചേട്ടൻ അതിനകത്ത് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് കയറിയിരിക്കുകയും ചെയ്യാം. രാത്രി ഇവരുണ്ടാക്കി ടണൽ വഴി ഇവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാനാണ് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അതേ കണക്ക് ഇവരെല്ലാവരും പ്ലാനിൽ നിൽക്കുവാണ്. പിന്നെ നമ്മുടെ യാങ് വന്ന് എവിടെ കിടക്കുവാണ്? വഴി കിടക്കുവാണല്ലോ. നമ്മുടെ ഇവള് വന്നിട്ട് മെങ്ങ രാജകുമാരി വന്നിട്ട് അവൻ്റെ ചെവിക്കൽ നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് പറയുകയാണ്, നീ നമ്മുടെ പ്ലാനൊന്നും കൊളാക്കാൻ നിൽക്കരുത്, മാത്രമല്ല എന്താണ് നിനക്ക് നമ്മളെന്തിനാ വന്നതെന്ന് വല്ല വിവരമുണ്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതെന്നാലും പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ടണൽ വഴി ഇവരെല്ലാവരും ഇറങ്ങുവാണ്. നമ്മുടെ എന്താ പറയുന്നത്, സിലാനായിക്കോട്ടെ, രണ്ടാമത്തെ ചേട്ടനും അച്ഛനും ഹീറോയിനും എല്ലാം കൂടി ആ ടണൽ വഴി ഇറങ്ങുവാണ്. അങ്ങനെ അവർ രക്ഷപ്പെടാനായിട്ട് ഇറങ്ങുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.